നേരെ എറണാകുളത്തേക്ക് പോവാം. മധ്യ കേരളത്തിന്റെ ഒരു സാഹചര്യം. മധ്യ കേരളത്തിൽ BJP മികച്ച പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല, തൃപ്പൂണിത്തറ കഴിഞ്ഞ തവണ നേരിയ സീറ്റുകൾക്ക് മാത്രം BJPക്ക് ഭരണം നഷ്ടപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ്, നഗരസഭയാണ്. അവിടെ BJP നടത്തിയ മുന്നേറ്റം ഇന്നലെ രോഹിണി കണ്ടതാണല്ലോ. എറണാകുളം ജില്ലയിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളുടെ വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പനാണ് ചേരുന്നത്. മിഥുൻ, ഈ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയത് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ നേരിയ സീറ്റുകൾക്ക് മാത്രം BJPക്ക് ഭരണം നഷ്ടമായ ഒരു നഗരസഭയാണ്. അവിടേക്ക് ഏത് നിലയിലാണ് ഈ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലേക്ക് BJP എത്തുന്നത്? മാത്രമല്ല രോഹിണി, അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നു. അതായത് ക്രോസ് വോട്ടിങ്ങിനെ അതിജീവിച്ചുകൊണ്ടുള്ള BJP മുന്നേറ്റത്തെ പറ്റി പറയൂ മിഥുൻ. രോഹിണി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയിലാണ്. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ എപ്പോഴും പറയാറുണ്ട് തകർക്കപ്പെടാൻ കഴിയാത്ത കോട്ടക്കൊത്തളങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ സ്ഥായിയായി ഇല്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചെറിയ നേരിയ സീറ്റുകളുടെ വ്യത്യാസത്തിലെല്ലാം ഭരണം നഷ്ടമായി എങ്കിലും ശക്തമായിട്ടുള്ള CPMൻ്റെ സ്വാധീനമുള്ള ഇടമായിരുന്നു തൃപ്പൂണിത്തറ അടക്കമുള്ള മേഖലകൾ. അവിടുത്തെ വിവിധ ഇടങ്ങളെല്ലാം ഇപ്പോഴും പാർട്ടികളുടെ സ്വാധീനത്തിൽ തന്നെ കഴിയുന്ന ഇടങ്ങൾ തന്നെയാണ് എന്ന് വിശ്വസിച്ച് വരുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ അവിടെ ഭരണസമിതി രൂപീകരിക്കാൻ പോകുന്നത് NDA ആണ് എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ സ്ത്രീശക്തിയുമായി ബന്ധപ്പെട്ട് ഈ മഹിളാ മോർച്ചയുടെ ഒരു വലിയൊരു പരിപാടിയാണ്. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തി പറഞ്ഞത് തൃപ്പൂണിത്തറയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്. അതായത് മറ്റ് പല നഗരങ്ങൾക്കും, ഇതൊരു ക്ഷേത്ര നഗരം കൂടിയാണ്, മറ്റ് പല നഗരങ്ങൾക്കുള്ളതിനേക്കാൾ അപ്പുറം ഒരു ഉത്തരവാദിത്വം ഇവിടെ ഭരണത്തിലേറുക എന്നുള്ളതിൽ BJPക്കുണ്ട്. അത് അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തൃപ്പൂണിത്തറ മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇടത് കോട്ടകളിലേക്ക് ഇടിച്ചു കയറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്, NDAയുടെ സാരഥികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ആസൂത്രണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനം, മറ്റ് മുന്നണികളുടെ ജനവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഥവാ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം അവിടുത്തെ തൃപ്പൂണിത്തറയിലെ സാരഥികൾ, തൃപ്പൂണിത്തറ ഇനി നയിക്കാൻ പോകുന്ന ആളുകൾ ഇവരെല്ലാമാണ്, അവർ ചേരുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ തൃപ്പൂണിത്തറയിലേക്ക്, ആ ഇടത് കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന തൃപ്പൂണിത്തറയിലേക്ക് ഇടിച്ചു കയറാൻ BJPക്ക് സാധിച്ചത്, NDAക്ക് സാധിച്ചത് എന്താണ് ആ ഒരു വിജയരഹസ്യം? ഇത് ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ഭാരതീയ ജനസംഘവും തന്നെ ഇതിൻ്റെ സാന്നിധ്യം, അതിൻ്റെ പ്രവർത്തനം കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. 1980 മുനിസിപ്പാലിറ്റി രൂപീകരിച്ച ആ സമയത്ത് തന്നെ ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമാകുന്നു. ആദ്യമായിട്ട് താമര ചിഹ്നത്തിൽ ഇന്ത്യയിൽ തന്നെ മത്സരിച്ച് വിജയിക്കുന്നത് തൃപ്പൂണിത്തറയിലാണ്. VR ഉണ്ണികൃഷ്ണൻ അന്നത്തെ ഒരു കൗൺസിലറായിരുന്നു. അതിനുശേഷം എല്ലാ കൗൺസിലിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളുണ്ടായിരുന്നു. ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ സമാന്തരമായി നിശബ്ദമായിട്ട് സംഘപരിവാറിൻ്റെ പ്രവർത്തനം വളരെ കാലങ്ങളായിട്ട് തൃപ്പൂണിത്തറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച പ്രവർത്തനമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് സാധാരണ പ്രവർത്തകരുടെ, എല്ലാ ശ്രേണിയിലുമുള്ള പ്രവർത്തകരുടെ ഒരു വിജയമാണ് ഈ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു ഭരണത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരവസരം വരികയാണെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു തോൽവി എടുക്കുമ്പോൾ സാധാരണയായി CPM അതായത് ചെയ്യുന്ന അല്ലെങ്കിൽ LDF ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ളൊരു ശ്രമം. ഈ തൃപ്പൂണിത്തറയിലടക്കം അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? അതിനെങ്ങനെയാണ് അതിജീവിച്ചത്? കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസും CPMഉം ഒരുമിച്ചാണ് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പ്രകടനം ഈ തെരഞ്ഞെടുപ്പിലും കാണാനായിട്ട് സാധിച്ചു. CPMൻ്റെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും വളരെ കാലേക്കൂട്ടി തീരുമാനിച്ചതനുസരിച്ചിട്ട് CPM വിജയിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ BJP ജയിച്ച പല വാർഡുകളിലും
BJP തോറ്റ വാർഡുകളിലും ജയിച്ച വാർഡുകളിലും CPM-ൻ്റെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാളും 50% താഴേക്ക് വന്നിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും, എല്ലാ വാർഡുകളിലും. ഇതെല്ലാം കാണിക്കുന്നത് ഏത് കാരണവശാലും BJP അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. BJP 50 വോട്ടിന് താഴെ തോറ്റിരിക്കുന്ന ഏതാണ്ട് 15ഓളം സീറ്റുകളുണ്ട്. ഇതെല്ലാം കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ, അതായത് CPM അല്ലെങ്കിൽ കോൺഗ്രസോ പരസ്പരം ക്രോസ് വോട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ 35-ലധികം സീറ്റ് നേടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തൃപ്പൂണിത്തുറയിൽ അധികാരത്തിൽ വരുമായിരുന്നു. അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ ഇത് പ്രകടമായിരുന്നു. കാരണം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോൺഗ്രസിൻ്റെ ആയിരുന്നു. ആകെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 17 സീറ്റ് ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുൻധാരണ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPM-ഉം കോൺഗ്രസും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രകട ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വെള്ളക്കിനാക്കൽ വാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഫയർ സ്റ്റേഷൻ നിൽക്കുന്ന വാർഡ്, ആ വാർഡിലെല്ലാം അമ്മൻകോവിൽ വാർഡിലെല്ലാം വളരെ കൃത്യമായിട്ട് പരസ്പര ധാരണയോടുകൂടിയാണ് LDF-ഉം UDF-ഉം പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ എരൂർ മേഖലയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ വാർഡുകളിലും വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി ഒരു മുന്നണി പോലെയാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPM-ഉം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് BJP-ക്ക് ഇത്തവണ ഇവിടെ അധികാരത്തിലെത്താൻ പറ്റാതെ വന്നത്. കാരണം വളരെ വലിയൊരു മുന്നൊരുക്കമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ വോട്ട് ചേർക്കൽ പ്രക്രിയ, അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികൾ വളരെ സജീവമാക്കുക, പ്രവർത്തകർക്ക് കാര്യമായിട്ടുള്ള പരിശീലനം നൽകുക, ഇതെല്ലാം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതിൻ്റെ വിജയവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുമാത്രമല്ല, പല ഇടതുകോട്ടകളും തകരുന്നത്, പ്രത്യേകിച്ച് വലിയതറ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ 45 വർഷമായിട്ട് CPM-ൻ്റെ കൗൺസിലർമാർ മാത്രം നേതൃത്വം നൽകിയിരുന്ന സ്ഥലമായിരുന്നു. അവിടെയെല്ലാം BJP-ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പുതിയകാവ് എന്ന് പറയുന്നത് അവരുടെ കോട്ടയായിരുന്നു. അതായത് തെക്കും ഭാഗം എന്ന് പറയുന്ന ഒരു കാലത്ത് CPM-ൻ്റെ കോട്ടയായിരുന്നു. അതുപോലെ തന്നെ എരൂരും ഒരു കാലത്ത് CPM-ൻ്റെ കോട്ടയായിരുന്നു. TK രാമകൃഷ്ണൻ്റെ നാടാണ് എരൂരെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തകർത്തെറിയാനായിട്ട് BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ചില സീറ്റുകളിൽ 1-2 വോട്ടുകളുടെ വ്യത്യാസത്തിൽ വരെ പരാജയപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം BJP-യിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഇത്തവണ ഞങ്ങളെ ഒറ്റക്കക്ഷിയായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ജനസഭയടക്കം ഇവിടെ പലപ്പോഴായിട്ട് കൂടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇവിടുത്തെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു നഗരസഭ, ഒപ്പം തന്നെ ഭരണത്തിൻ്റേതായിട്ടുള്ള സംസ്ഥാന സർക്കാർ ഭരണത്തിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യവും അവർക്കുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മുതലെടുക്കാനുണ്ടായിട്ടും അവർക്ക് എവിടെയാണ് അവരുടെ തോൽവിയിലേക്ക് നയിച്ച കാര്യം എങ്ങനെയായിരിക്കും? ഒരു ജനവിരുദ്ധത അവർക്കെതിരെ തിരിയാനുണ്ടായ കാരണം എന്താണ് എന്നാണ് കരുതുന്നത്? അവരുടെ കഴിഞ്ഞ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഏതാണ്ട് 35% പണം ചെലവാക്കുന്നത് അത് അനാവശ്യമായിട്ടുള്ള ചെലവാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. ഇവിടെ ധാരാളം പണം അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2-ലധികം വാട്ടർ കിയോസ്കുകൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഉപയോഗക്ഷമമല്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് തോണി നൽകിയിട്ടുണ്ട് 2 സ്ഥലത്ത്, എരൂരും അതുപോലെ തന്നെ തെക്കും ഭാഗത്തും. ഇന്നത് പ്രവർത്തനക്ഷമമല്ല. അതുപോലെ തന്നെ ഒരു MCF-ന് വേണ്ടിയിട്ട് കുറേ പണം ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. അതൊന്നും പ്രവർത്തനക്ഷമമല്ല. അതുമാത്രമല്ല, പല പദ്ധതികളും ഇവർ കൊണ്ടുവരുന്ന പല പദ്ധതികളും BJP-ക്ക് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം അതെല്ലാം അഴിമതിയുടെ കേന്ദ്രങ്ങളാണ്. തൃപ്പൂണിത്തുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി ഇന്ന് കേരളത്തിലെ ഏറ്റവും മോശം താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണ്. നബാർഡ് 2015 10 കോടി രൂപ നൽകിയതാണ് തൃപ്പൂണിത്തുറ സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയിട്ട്. അത് 2024 അതിൻ്റെ പണി ആരംഭിക്കുന്നത്. അത് ആരംഭിച്ച സമയത്ത് സംഭവിച്ചത് 3 നിലയുടെ ഒരു പ്ലാനായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. പക്ഷേ അത് 1 നിലയായിട്ട് ചുരുങ്ങി. അതുപോലെ തന്നെ MCF ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1.5 കോടി രൂപ ഓരോ വർഷവും ചെലവായിക്കൊണ്ടിരിക്കും.